ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഈ സെമിനാർ എടുക്കുക, ക്ലാസ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ടീച്ചിങ് എന്നൊരു പ്രൊഫഷനോട് അങ്ങനെ ഭയങ്കര താല്പര്യം എന്നല്ല, പക്ഷേ എനിക്ക് ക്ലാസ് എടുക്കാനും സെമിനാറൊക്കെ അവതരിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചേഴ്സൊന്നും ഏതെങ്കിലും ദിവസം ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ലീവാണെന്നുണ്ടെങ്കിൽ പല ടീച്ചേഴ്സും എന്നോട് ആ ഒരു ടോപ്പിക് അവരൊന്നും എടുക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക് സെമിനാറായിട്ട് എടുക്കാനൊക്കെ പറയുമായിരുന്നു. ഞാനത് ചെയ്തു കൊടുക്കുമായിരുന്നു. അതായത് സെമിനാറായിട്ടൊക്കെ ഞാൻ എടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അന്നൊന്നും തന്നെ സത്യമായിട്ടും ഞാൻ ഫ്യൂച്ചറിലൊരു ടീച്ചർ എന്നുള്ളൊരു റോളായിരിക്കും എന്താ പറയുക അന്ന് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചിങ് എന്നുള്ളൊരു പ്രൊഫഷനിലോട്ട് പോകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം പണ്ട് ഈ ബാങ്കുകളിലൊക്കെ പോകുന്ന ടൈമിൽ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മാനോട് പറയാറുണ്ട്, എനിക്കിങ്ങനെ തിരക്ക് പിടിച്ച ബാങ്കിലൊരു ജോലി വേണം. കാരണം നമുക്ക് അത്ര വലിയ എന്താ പറയുക ഒരു കരിയറിനെ കുറിച്ചുള്ള പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമുക്കങ്ങനെ പറഞ്ഞു തരാനോ ആ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇന്നിപ്പോൾ പല സപ്പോർട്ടുകളും പല രീതിയിൽ എല്ലാവർക്കും ഇന്നത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ടൈമിൽ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് തിരക്ക് പിടിച്ചൊരു ബാങ്കിൽ ജോലി വാങ്ങുക. പിന്നെ +2 ഒക്കെ ആയപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളൊരു എയിം വന്നു. കാരണം അതൊരു സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ അങ്ങനെ ഒരു ആഗ്രഹമായി. പിന്നെ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ CA എന്നുള്ള ഒരു ഇതിലോട്ട് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു വർക്ക് പ്രഷറും പിന്നെ അതുപോലെ തന്നെ ഈ പഠനം രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷേ അതിന് ശേഷം ആക്ച്വലി ഞാൻ എൻ്റെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ അതിൽ ടീച്ചർ, മെൻറ്റർ, അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ആക്ച്വലി എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് പഠിച്ചോൻ തന്നിട്ടുണ്ടാവും. അതായിരിക്കും ലാസ്റ്റ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നതും. ആക്ച്വലി ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ജോബാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ നമ്മൾ എന്തായിത്തീരണമോ അതിലോട്ട് തന്നെ നമ്മൾ എത്തിച്ചേരും എന്നതിനൊരു എക്സാമ്പിളാണ് ആക്ച്വലി ഞാൻ ഇന്നൊരു സ്ഥാപനത്തിൻ്റെ ഓണറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നല്ല, നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, സോ അതിലോട്ട് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണാം.